എൻ്റെ 2 ചിത്രങ്ങളിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ളൂ. ഒന്ന് പഞ്ചാഗ്നി, മറ്റൊന്ന് അമൃതം ഗമയ. ഈ 2 ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളും മോഹൻലാലിൻ്റെ അഭിനയ പാടവത്തെ മാറ്റുരച്ച് നോക്കിയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. ഇപ്പം നമുക്ക് പഞ്ചാഗ്നി എടുക്കാം. പഞ്ചാഗ്നിയിൽ വാസ്തവത്തിൽ ഗീതയാണ് നായിക, ഇന്ദിര എന്ന കഥാപാത്രം. വളരെ ചുരുങ്ങിയ രംഗങ്ങളിലേ മോഹൻലാൽ വരുന്നുള്ളൂ. പക്ഷേ മോഹൻലാലിൻ്റെ അഭിനയ ശൈലി കൊണ്ട്, അഭിനയ പാടവം കൊണ്ട് ആ കഥാപാത്രത്തെ ഒരു നിറസാന്നിധ്യമാക്കി മാറ്റിയ ആ ചിത്രത്തിൽ മോഹൻലാൽ. വിഷമിക്കരുത്. ഇല്ല, അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല. എന്നാലും തിരിച്ചു പോയാൽ ഓർക്കാൻ ഈ ദിവസങ്ങളുണ്ടല്ലോ ഇപ്പോൾ. അതിന് ഹരിഹരൻ ഒരുപാട് നല്ല രസകരമായ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പഴയ അമ്മിണി അമ്മാവൻ, അല്ലെങ്കിൽ ഒരുപാട് കോളേജുകൾ. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് MT സാറിൻ്റെ കൂടെ ചേർന്ന് അദ്ദേഹം അതിമനോഹരമായ സിനിമകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ വളരെ സങ്കടകരമായി പറയാവുന്ന കാര്യം, എനിക്ക് പഞ്ചാഗ്നിയും അമൃതം ഗമയ എന്നുള്ള ചിത്രം മാത്രമേ അദ്ദേഹമായിട്ട് സഹകരിക്കാൻ സാധിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ വേറൊരു സിനിമ എടുത്തതാണ്. അത് ഇടയ്ക്ക് വെച്ച് അത് നിന്നുപോയി. കുറച്ച് ദിവസമേ അത് ഷൂട്ട് ചെയ്തുള്ളൂ. അത് എന്തോ ചില കാരണങ്ങളാൽ നിന്നുപോയി. പക്ഷേ എപ്പോഴും കാണുമ്പോഴും നമ്മളൊരു പുതിയ സിനിമയെപ്പറ്റി സംസാരിക്കാറുണ്ട്. ഈ ഇന്നലെ പോലും ഒപ്പം എന്നുള്ള സിനിമയിലെ ആ സിനിമ കണ്ടിട്ട് അദ്ദേഹം വലിയ നല്ല അഭിപ്രായം പറഞ്ഞു. അതുപോലെ അമൃതം ഗമയിലെ കഥാപാത്രം ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ടഫായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒരുപാട് മാനസിക സംഘർഷം കൊണ്ട് ശ്വാസം മുട്ടുന്ന ഒരു കഥാപാത്രമായിരുന്നു അത്. MTൻ്റെ തൂലികയിലാണല്ലോ. അപ്പം അത് മോഹൻലാൽ എങ്ങനെ ചെയ്യും എന്ന് എനിക്ക് ആദ്യം തോന്നിയിരുന്നു. കാരണം അതുവരെ എൻ്റെ പടങ്ങളിൽ അധികമൊന്നും മോഹൻലാൽ അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് മോഹൻലാൽ ആ റോള് അതിഗംഭീരമായിട്ട് ചെയ്തു. ആ പടം കണ്ടപ്പോൾ അത് മോഹൻലാലിന് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് തോന്നി. MT പോലും വളരെ അത്ഭുതകരമായിട്ട് അന്ന് അതിനെപ്പറ്റി പറയുകയുണ്ടായി. So, you're a heart patient? ഏത് ഡോക്ടറാ നിന്നെ നോക്കിയത്? കുന്നംകുളത്തെ ഡോക്ടർ ഇട്ടി വർഗീസ്. ഇട്ടി വർഗീസ് എന്ന് പേരുള്ള ഒരാൾ ഡോക്ടർ ആവില്ല, ആവാൻ പാടില്ല. I will examine. Now, strip. Remove your clothes. ഉടുപ്പുടാ. ഓ, എടുക്ക. കയ്യിലെടണം. നമ്മളെപ്പോഴും കാണുമ്പോഴും നമ്മളെപ്പോഴാണ് ഒരു സിനിമ ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. അതിനിടയിൽ ഒരുപാട് സിനിമകൾ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതൊന്നും എനിക്ക് ലാലിനെ വെച്ച് ചെയ്യാൻ തോന്നാത്തത് കൊണ്ട് ഞാനത് മാറ്റി വച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പഞ്ചാഗ്നിയും അമൃതം ഗമയെക്കാട്ടിലും മുകളിലൊരു സിനിമ ഞാൻ അദ്ദേഹമായിട്ട് ചെയ്യാൻ ഈശ്വരൻ സഹായിക്കട്ടെ. അപ്പോൾ ഈ 2 ചിത്രങ്ങളും മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. വഴിത്തിരിവാണ്. അതുപോലെ നിരവധി കഥാപാത്രങ്ങൾ, അപ്പോൾ ഇതിൽ മാത്രമല്ല IV ശശി, പ്രിയദർശൻ, സിബി മലയിൽ, ഭദ്രൻ, സത്യരംഗത്തികാട് തുടങ്ങിയ നിരവധി സംവിധായകരുടെ ചിത്രങ്ങളിൽ എത്രയോ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളൊക്കെ തന്നെയും മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിക്കൊണ്ട് കാലത്തെ അതിജീവിച്ചുകൊണ്ട് തന്നെ ജീവിക്കും.